വെൽക്കം ടു മാൽഡിവൻ ഡയറീസ് പാർട്ട് 1. സോ ഞാൻ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഞാനും എൻ്റെ ഉമ്മയുണ്ട്. ആക്ച്വലി ഞാൻ മാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തിലോട്ട് വന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഉമ്മേനും കൂട്ടിയാണ് നമ്മൾ നേരെ മാൾഡീവ്സിലോട്ട് പോകുന്നത്. എല്ലാവരും ചോദിച്ച ചോദ്യം ഒറ്റയ്ക്കാണോ അല്ലയോ എന്നുള്ളത്. അല്ല, ഞാൻ അമ്മേൻ്റെ കൂടെയാണ് പോയത്. സോ അങ്ങനെ ഫൈനലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എൻ റൂട്ട് ഫ്ലൈറ്റ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും പോവുകയാണ് ഗൈസ്, എൻ്റെ ഹോം കൺട്രിയിലോട്ട്. കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം കുറേ കാലത്തിന് ശേഷം എത്തുമ്പോഴുള്ള കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ വോയിസ് അങ്ങനെ സംസാരിക്കാൻ ഭയങ്കര കുറച്ച് മടിയുള്ള ആളായത് കൊണ്ട്, മീൻസ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത് കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്തത്. സോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല പണ്ടാരവും കൂടെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തു. നൈറ്റ് വ്യൂ എന്തായാലും കിട്ടില്ലോണ് കേട്ടോ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം കിട്ടില്ലെന്ന് വെച്ചാൽ ഉണ്ടല്ലേ നല്ല. എൻ്റെ ഈ സ്റ്റോറി കണ്ടിട്ട് ലിറ്ററലി എല്ലാവരും വിചാരിച്ചു ഞാൻ ദുബായിൽ ഞാൻ എത്തി, അല്ലെങ്കിൽ ഞാൻ അബ്രോഡ് വേറെ എവിടെയോ പോയി എന്നൊക്കെ ആയിരുന്നു ഇത് കണ്ടിട്ട് മിക്ക ആൾക്കാരും ചോദിച്ചു. എന്നാലല്ല, ഞാൻ മാൾഡീവ്സിലാണ് പോയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫുഡ് ഉണ്ടെന്ന്, ഞാൻ നോൺ വെജാണ് ചൂസ് ചെയ്തത്. ഇത് ചിക്കൻ മസാല എഗ് റൈസ് കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ സ്വീറ്റായിട്ട് എന്തോ കേസരി, പിന്നെ കുറച്ച് സാലഡ്സും ഒരു ട്രോപ്പിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നറായിട്ടുള്ള ഫ്ലൈറ്റിലെ ഫുഡ്. സോ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ മാൾഡീവ്സ് ഇറങ്ങിച്ച, കാരണം കുറച്ച് ലേറ്റായി പോയി എത്താൻ വേണ്ടിയിട്ട്. മഴ ഉണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മാൾഡീവ്സിൽ എത്താറായപ്പോൾ നല്ല ടർബുലൻസും മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിപ്പോയി. പക്ഷെ എന്നാലും നമ്മൾ റീച്ചായി ഫൈനലി. ഞാനാണെങ്കിൽ ടയേർഡടിച്ച് പണ്ടാരടിച്ച് സൈഡായിരിക്കുകയാണ്, കാരണം എൻ്റെ ഫേസിൽ നിന്ന് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും എത്രത്തോളം എൻ്റെ കണ്ണുമൊക്കെ ചുമന്ന് കഞ്ചാവടിച്ച അവസ്ഥയിലാണ് ഞാനവിടെ ഉള്ളത്. എനിക്ക് വിശന്നിട്ടും വയ്യ, ഉറക്കം വന്നിട്ടും വയ്യ, കാരണം ഞാൻ ലിറ്ററലി ഉറങ്ങിയിട്ടില്ല. എനിക്കൊരു ഒരു 15-16 hours ട്രാവലായിരുന്നു അന്നൊരു ദിവസം. ഞാൻ പറഞ്ഞില്ലേ, മാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ടു മാൾഡീവ്സ്. അപ്പോൾ ഫുൾ ഡേ എൻ്റെ ഒരു ട്രാവലായിരുന്നു. ഇതൊരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ. വലിയ ഇന്റർനാഷണൽ നോർമലി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ വലിയ എയർപോർട്ടായിരിക്കും. പക്ഷേ അല്ല, മാൾഡീവ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കൺട്രിയല്ല, ഒരു ചെറിയ എയർപോർട്ടാണ്. അങ്ങനെ ബാക്കിയുള്ള ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സിറ്റിലൂടെ മാൾഡീവ്സിലേക്ക് കാല് കുത്തുകയാണ് ഗൈസ്. യെസ്, വെൽക്കം ബാക്ക് ബേബേ എന്നുള്ളത് പറഞ്ഞ പോലെ മാൾഡീവിൽ എന്നെ വീണ്ടും വെൽക്കം ചെയ്തിരിക്കുകയാണ്. മോർ ഓവർ എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററാണ്. ആഫ്റ്റർ ഓൾമോസ്റ്റ് 2 years ആയപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ് ഒക്കെ കാണാം എൻ്റെ ഫേസിൽ. അപ്പോൾ ആളവിടെ എൻ്റെ ഫ്ലവറും വെച്ചിട്ട് എന്നെ വെൽക്കം ചെയ്യുന്നതാണ് ഇത് കാണുന്നത്. നല്ല ക്യൂട്ട് മൊമെൻറ്റ് പോലെ എനിക്ക് ഫ്ലവേഴ്സൊക്കെ തന്നെ എന്നെ വെൽക്കം ചെയ്തു. ബട്ട് ശരിക്കും ഞാൻ പറഞ്ഞതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ വരുമ്പോൾ ഒക്കെ എനിക്കിന്ന് ഫ്ലവറൊക്കെ തന്ന് വെൽക്കം ചെയ്യുന്നത്. പക്ഷേ ആൾ ശരിക്കും അവിടെ നിന്ന്. അപ്പോൾ എനിക്കത് ശരിക്കും സർപ്രൈസ് പോലെ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഫ്ലവർ ആയപ്പോൾ തന്നെ ഞാൻ കുറച്ച് സ്നാപ്പ്, വീഡിയോ, റീൽസ് അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. പോയ സമയത്ത് മഴയും കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ നടന്ന് കുറച്ച് അങ്ങോട്ടാണ് ഞങ്ങളുടെ ക്യാബ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ഈ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സീൻ്റെ കളറൊക്കെ ഈ സീക്കാണ് കേട്ടോ ഓൾമോസ്റ്റ് കുറേ ഫാൻസ് ഉള്ളത്. മാൾഡീവ്സിന് മെയിൻ ഫാൻസ് വരാൻ കാരണം തന്നെ സീ തന്നെ. സോ അങ്ങനെ ക്യാബ് വന്ന് ഞങ്ങൾ ക്യാബിൽ കയറി. ഞാൻ ഉമ്മ, ഇത്താൻ്റെ ഹസ്ബൻഡ് ആളുടെ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. സോ ഇതാണ് എൻ്റെ ഉമ്മ. ആളും ടയേർഡായി സൈഡ് അടിച്ചിരിക്കുകയായിരുന്നു. ഞാനും അതെ, എനിക്ക് എനർജി ഒന്നുമില്ല വേറെ കാര്യം. ആൻഡ് ഇതാണ് ആ ഫ്ലവർ. ഞാൻ ഫ്ലാഷ് ഇട്ടും ഇടാതെയും ഒക്കെ പല ടൈപ്പ് വീഡിയോ എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ എയർപോർട്ടുള്ള ഐലൻഡിൽ നിന്ന് ഞങ്ങളുടെ മെയിൻ മാൾഡീവ്സ് സിറ്റിയിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ശരിക്കും ഞങ്ങളുടെ വീട്. ഇങ്ങനെ കുറച്ച് ലോങ് ഡ്രൈവായിട്ട് പൊയ്ക്കൊണ്ട് നിൽക്കുന്ന വീഡിയോ മാത്രമായിട്ട് എടുത്താൽ ചടപ്പാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എൻഡ് ചെയ്തു അന്നത്തെ ആ ദിവസത്തെ ഒരു വ്ളോഗ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. See you. Hey yo, morning from Maldives and this is day 2. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറേ ഇയേഴ്സിന് ശേഷം ആളെ കാണാൻ പോകുന്നു, ആളുടെ ബേബിനെ. ഈ കാണുന്നതാണ് ഇന്നലെ നമ്മൾ ലാൻഡ് ചെയ്ത എയർപോർട്ട്. ഇൻ്റർനാഷണൽ കുറേ എയർലൈൻസ് ഉണ്ട്. ഖത്തർ, ടർക്കിഷ്, കാത്തി പസഫിക്, എമിറേറ്റ്സ്, ഇങ്ങനെ കുറേ വരും.
മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. ഫ്ലൈറ്റിൽ കയറിയത് മുതൽ ലാൻഡ് ചെയ്യുന്നത് വരെ മഴ. ഓ ബൈ ദ വേ, ദിസ് ഇസ് മൈ മോം. ആൻഡ് ദിസ് ഇസ് മൈ സിസ്റ്റർ. ആൾ സ്നാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മഴ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ. ഇവിടെ ഉമ്മയും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. എന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ. യുവർ ഫേവറേറ്റ് കിരു റായ്. സത്യം പറഞ്ഞാൽ എന്ത് ക്ലിപ്സ് എടുക്കണം എന്നൊക്കെ ആയിടാമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെയാണ് എൻ്റെ ഒരു വർക്ക്. കയ്യിലിട്ടുന്ന ഈ കുറച്ച് ക്ലിപ്സും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു തട്ടിക്കൂട്ട് വ്ലോഗ് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ ഓവറൊക്കെ ചളാക്കത്തില്ല. ഫാമിലി ടൈം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. മഴയാണ്, നല്ല അടിപൊളി ക്ലൈമറ്റ് വെതറാണ്. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ക്യാബിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. Good afternoon guys. So this is my lunch which I'm having today. Rice, baked beans, some carrots and lime. And ഇത് ഉമ്മ കഴിക്കുന്നത് റൈസ്, ട്യൂണ, കാരറ്റ്സ് ആസ് വെൽ ആസ് ലൈം. അങ്ങനെ നല്ല അന്തസ്സായിട്ട് ഉച്ചയ്ക്ക് എണീച്ച് ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താവാം എന്നുള്ള പ്ലാനിലിരുന്നപ്പോഴാണ് ഇത്ത വിളിച്ചത്. വെറുതെ വീട്ടിലിരുന്ന് പോസ്റ്റ് അടിക്കുകയല്ലേ, ഒരു പണിയില്ലല്ലോ, എന്നാൽ പിന്നെ വാ പുറത്ത് പോയി കറങ്ങാലോ എന്ന് വിളിച്ചു. എന്നാൽ പിന്നെ ഓക്കെ ശരി ഫൈൻ എന്ന് വിചാരിച്ചിട്ട് കുറേ ടൈമിലെടുത്ത് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയത്. മഴയായിരുന്നു ചെറുതായിട്ട്, പക്ഷെ കുറച്ച് കോസി കൂൾ വെതറായതുകൊണ്ട് പുറത്തിറങ്ങാൻ നല്ല കുറച്ച് മൂടായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അലയുകയായിരുന്നു. ഇനി കുറച്ച് മാൾഡിവൻ ഈവനിങ് വൈബ്സ് ആവാം അല്ലേ? അങ്ങനെ പാട്ട് പോകാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ see you guys with another video. Bye.